അടിസ്ഥാനപരമായി നീതിയുടെ പ്രശ്നമാണ്. ആശാ വർക്കർമാർക്ക് അവരർഹിക്കുന്ന വേതനം കിട്ടണം. അർഹിക്കുന്ന വേതനം പോയിട്ട് തീർത്തും തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന് പല ന്യായങ്ങൾ പറയാനുണ്ട് എങ്കിലും അപ്പോൾ ഇവിടെ ഈ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം. അതിന് ഈ INTUC, CITU അല്ലെങ്കിൽ ഇപ്പോൾ സമരം നടത്തുന്ന സംഘടനയുടെ വലിപ്പം ചെറുക്കം തുടങ്ങിയ കാര്യങ്ങളൊന്നും ബാധകമാകേണ്ടാത്തതാണ്. ഇവിടെ അടിയന്തരമായി സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അഭിലാഷ്, ആദ്യം തന്നെ ഞാൻ അതിൻ്റെ അകത്തൊരു കറക്ഷൻ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. INTUC എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ സമരം നടത്തിയതിനെക്കുറിച്ച് ശ്രീ ഗോപിനാഥ് പറയുകയുണ്ടായി. ഇവിടെ കോൺഗ്രസ് ആണ് സമരം നടത്തിയത്. കോൺഗ്രസ് ആശാ വർക്കർമാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ സമരം നടത്തുന്നുണ്ട്. നാളെ ഇപ്പോൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. ഈ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. അപ്പോൾ അതിനെ ഒരേ ഇതിൽ കൊണ്ട് കെട്ടേണ്ട കാര്യമില്ല. CITUവിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇപ്പം നിങ്ങളുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ എന്തിനാണ് ഈ സമരത്തിനെതിരെ നിൽക്കുന്നത് എന്നുള്ളതാണല്ലോ. കൃത്യമായി പറഞ്ഞാൽ സമരങ്ങളോട് അവജ്ഞ എന്നു മുതലാണ് തുടങ്ങിയതെന്നാണ് അഭിലാഷ് ചോദിച്ചത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അത് ശ്രീ ഗോപിനാഥിൻ്റെ ഉത്തരത്തിൽ തന്നെ ഇപ്പോൾ അത് വളരെ വ്യക്തമായിരുന്നു. ഇവിടെ CITUവിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ആ CITU എന്ന സംഘടനാ നേതാക്കന്മാരുടെ അനുവാദമില്ലാതെ ഒരു സമരം, ഒരു ജെനുവിനായിട്ടുള്ള ഒരു സമരം, ഏറ്റവും ആവശ്യമുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു സമരം, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സമരം, അത് ശക്തമാകുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വിരളി പൂണ്ടിട്ടാണ് ഇന്നിപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ ചോദിച്ച പോലെ ആലപ്പുഴയിലുള്ള CITUവിൻ്റെ നേതാക്കന്മാർ ആശാ വർക്കർമാരോട് വിളിച്ചു പറയുന്നു. എല്ലാ ജില്ലകളിലും വിളിച്ചു പറയുന്നുണ്ട്, ഈ സമരത്തിൽ പങ്കാളികളാകരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം CITU എന്ന് പറയുന്ന അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളുടെ ഒരു സഹകരണമില്ലാതെ, അവർ സഹകരിക്കാതെ നടത്തിയ ഈ സമരം ഒരു കാരണവശാലും വിജയിക്കരുത് എന്നുള്ളതാണ്. ഞാൻ ഇനി ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സമരങ്ങളോടൊക്കെ എന്നു മുതലാണ് CITUവിനും അതുപോലെ തന്നെ CPMനും ഇത്തരത്തിലുള്ള ഒരു അവജ്ഞയുണ്ടായത്? കഴിഞ്ഞ 7 വർഷമായിട്ട് അഭിലാഷേ, ഈ തുടർഭരണം ലഭിച്ചതിന് ശേഷം ആദ്യ ഇടതുപക്ഷത്തിൻ്റെ ആദ്യ ഭരണകാലഘട്ടത്തിൽ, അതിനുശേഷം വന്ന ഈ തുടർഭരണം, ഈ കാലഘട്ടത്തിലെല്ലാം സമരങ്ങളോട് CPM കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം സമരം നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? വിഴിഞ്ഞത്ത് സിമന്റ് തറയിൽ കിടന്നുകൊണ്ട് സമരം നടത്തി അവർക്ക് പുനരധിവാസം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയവരെ തീവ്രവാദികൾ എന്നാണ് വിളിച്ചത്. പെമ്പളി ഉരുമയിൽ സമരം നടത്തിയവരെ MM മണി എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് അവിടെ വളരെ മോശമായ രീതിയിൽ, സ്ത്രീകളോട് പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ സമരം നടന്നു. കേരളയിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിനെതിരെ തീവ്രവാദികളാണ് സമരം നടത്തുന്നതെന്ന് പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ഇവർ നടത്തിയ സമരം, രാജീവ് ഉൾപ്പെടെ, ഇന്നത്തെ വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെ നടത്തിയ സമരം, ഇപ്പോൾ അത് നടപ്പിലാക്കുവാൻ CPM ഇടതുപക്ഷം വന്നതിന് ശേഷം അത് നടപ്പിലാക്കാൻ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരെ തീവ്രവാദികളെന്ന് വിളിച്ചു. അപ്പോൾ സമരത്തിനെതിരെ ഇവർ ഇപ്പോൾ എടുക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടിതാണ്. അതുകൊണ്ടാണ് എളമനം കരീമിന്, CITUവിൻ്റെ നേതാവിന് അത്തരത്തിൽ പറയേണ്ടതായിട്ട് വന്നത്. ഇതുപോലുള്ള ഒരു സമരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 360 ഇങ്ങനെയാണോ കാണേണ്ടത്? അതും കേരളം പോലെ ഒരു സമൂഹത്തിൽ എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു ചോദ്യമാണ്.